ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇടിമിന്നൽ കഴിഞ്ഞ് ഇടിമുഴക്കം കേൾക്കാൻ കുറച്ച് നേരമെടുക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ? രണ്ടും ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ സമയം വരുന്നതല്ലേ? കാരണം ഒന്നേ ഉള്ളൂ. പ്രകാശത്തിൻ്റെ വേഗതയും ശബ്ദത്തിൻ്റെ വേഗതയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ ശബ്ദത്തിൻ്റെ വേഗതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം ഒരു ബേസിക് ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങാം. എന്താണ് ശബ്ദം? നമ്മൾ സംസാരിക്കുമ്പോൾ, പാട്ട് പാടുമ്പോൾ, കൈകൊട്ടുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാവില്ലേ? ആ വൈബ്രേഷൻ ചുറ്റുമുള്ള എയർ മോളിക്യൂൾസിനെ ഉലയ്ക്കുന്നു. ആ മോളിക്യൂൾസ് വീണ്ടും അടുത്ത മോളിക്യൂൾസിനെ ഉലയ്ക്കുന്നു. അങ്ങനെ ഒരു വേവായി എനർജി ട്രാവൽ ചെയ്യുന്നു. ഇതാണ് ബേസിക്കലി ശബ്ദം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വെള്ളത്തിൽ ഒരു കല്ലെറിഞ്ഞാൽ തരംഗം ചുറ്റും പരക്കില്ലേ? ശബ്ദവും ഏകദേശം അങ്ങനെ തന്നെയാണ്. പക്ഷേ എയറിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത് സോ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. ശബ്ദം ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം അനിവാര്യമാണ്. വാക്യത്തിൽ, അതായത് സ്പേസിൽ ശബ്ദം ട്രാവൽ ചെയ്യുകയില്ല. അതുകൊണ്ടാണ് സ്പേസിൽ എക്സ്പ്ലോഷൻസ് ഉണ്ടായാലും നമ്മളൊന്നും കേൾക്കാത്തത്. ഇനി മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. സാധാരണ കണ്ടീഷനിൽ, അതായത് റൂം ടെമ്പറേച്ചറിൽ ശബ്ദം എയറിലൂടെ ട്രാവൽ ചെയ്യുന്നത് ഏകദേശം ഒരു 343 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലാണ്. ഇത് കേൾക്കുമ്പോൾ വലിയൊരു സ്പീഡാണെന്ന് തോന്നാം. പക്ഷെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഒരു കാർ ഹൈവേയിൽ 100 km/h വേഗത്തിൽ ഓടുന്നു. ശബ്ദമോ ഏകദേശം 1235 km/h, അതായത് ഒരു കാറിനേക്കാൾ 12 മടങ്ങ് വേഗം. പക്ഷെ പ്രകാശമോ 3 ലക്ഷം km/s, ശബ്ദത്തേക്കാൾ ഏകദേശം 9 ലക്ഷം മടങ്ങ് വേഗം. അതുകൊണ്ടാണ് മിന്നൽ കാണുന്നത് ആദ്യം, പിന്നീട് ഇടി കേൾക്കുന്നത്. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ട്വിസ്റ്റ് ഉണ്ട്. ശബ്ദത്തിൻ്റെ വേഗം മീഡിയം അനുസരിച്ച് മാറുന്നു. എയറിൽ 343 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെള്ളത്തിലോ ഏകദേശം 1450 മീറ്റർ പെർ സെക്കൻഡ്. എയറിനേക്കാൾ ഏകദേശം 4 മടങ്ങ് കൂടുതൽ. എന്നാൽ ഇരുമ്പ് പോലൊരു സോളിഡിലോ ഏകദേശം 5000 മീറ്റർ പെർ സെക്കൻഡ്. എയറിനേക്കാൾ 14 മടങ്ങ് കൂടുതൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ? സോളിഡിൽ മോളിക്യൂൾസ് തമ്മിൽ വളരെ അടുത്ത് പായ്ക്കഡാണ്. അതുകൊണ്ട് വൈബ്രേഷൻ ഒരു മോളിക്യൂൾസിൽ നിന്ന് അടുത്ത മോളിക്യൂൾസിലേക്ക് വളരെ പെട്ടെന്ന് ട്രാൻസ്ഫർ ആകും. ഗ്യാസ് മോളിക്യൂൾസിൽ ദൂരെയാണ് മോളിക്യൂൾസ് പാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ട്രാൻസ്ഫറിങ് സ്ലോ ആകുന്നു. ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ നോക്കാം. റെയിൽവേ ട്രാക്കിൽ ചെവി വെച്ച് നോക്കിയാൽ ട്രെയിൻ വരുന്ന വൈബ്രേഷൻ എയറിൽ കൂടെ കേൾക്കുന്നതിന് മുൻപേ മെറ്റലിൽ കൂടെ നമുക്ക് ഫീൽ ചെയ്യും. പണ്ടുള്ള ആളുകൾ ട്രെയിൻ വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ യൂസ് ചെയ്തിരുന്ന ഒരു ടെക്നിക്കായിരുന്നു ഇത്. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ കൂടിയുണ്ട്. അതാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്തോറും ശബ്ദത്തിൻ്റെ സ്പീഡ് കൂടും. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. 0 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം 331 മീറ്റർ പെർ സെക്കൻഡ്. 20 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം 343 മീറ്റർ പെർ സെക്കൻഡ്. 100 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം 386 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ടെമ്പറേച്ചർ കൂടുന്തോറും ശബ്ദത്തിൻ്റെ സ്പീഡ് കൂടുന്നുണ്ടെന്ന്. ഇതിന് കാരണം എന്താണ്? കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ എയർ മോളിക്യൂൾസിൻ്റെ എനർജി കൂടും. അവ കൂടുതൽ വേഗത്തിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. സോ വൈബ്രേഷൻസ് ഫാസ്റ്ററായി ട്രാൻസ്ഫർ ആകും. നിങ്ങൾ സൂപ്പർസോണിക് എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടാകും. ഒരു പ്ലെയിൻ ശബ്ദത്തിൻ്റെ വേഗത്തേക്കാൾ കൂടുതൽ വേഗത്തിൽ ഫ്ലൈ ചെയ്യുമ്പോൾ അതിനെ സൂപ്പർസോണിക് എന്ന് പറയുന്നത്. ഈ സ്പീഡിനെ മെഷർ ചെയ്യാൻ മാക് നമ്പർ ഉപയോഗിക്കുന്നു. മാക് 1 എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ വേഗത. മാക് 2 എന്ന് പറഞ്ഞാലോ ശബ്ദത്തിൻ്റെ ഇരട്ടി വേഗത. ഒരു പ്ലെയിൻ മാക് 1 ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു വലിയ ബൂം സൗണ്ട് കേൾക്കും. ഇതിനെയാണ് നമ്മൾ സോണിക് ബൂം എന്ന് പറയുന്നത്. ഇത് പ്ലെയിനിൽ നിന്ന് ഒരു ഷോക്ക് വേവ് ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഇനി കുറച്ച് ഫൺ ഫാക്ട്സ് നോക്കാം. ഒന്നാമത്തേത്, മിന്നൽ കണ്ടതിന് ശേഷം ഇടി കേൾക്കാനെടുക്കുന്ന ഓരോ 3 സെക്കൻഡിനും ഏകദേശം 1 കിലോമീറ്റർ ദൂരം വീതം. അതായത് ഒരു എക്സാമ്പിൾ എടുത്താൽ 6 സെക്കൻഡ്സ് കഴിഞ്ഞാണ് ഇടി കേട്ടതെങ്കിൽ ആ ലൈറ്റനിങ് നടക്കുന്നത് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ്. ഇതാണ് ഒന്നാമത്തെ ഫാക്റ്റ്. ഇനി രണ്ടാമത്തേത് നോക്കാം. വെയിൽസ് അണ്ടർ വാട്ടറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്
സൗണ്ട് വേവ്സ് ഉപയോഗിച്ചാണ്. വാട്ടറിൽ സൗണ്ടിന്റെ വേഗം കൂടുതലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് വെയിൽസിന്റെ ശബ്ദം ഹൺഡ്രഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ദൂരെ ട്രാവൽ ചെയ്യും. ഇനി മൂന്നാമത്തതിലേക്ക് വരാം. അൾട്രാസൗണ്ട് സ്കാനിങ്. മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണിത്. ഇതും ശബ്ദത്തിന്റെ തരംഗങ്ങൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. മനുഷ്യന് കേൾക്കാൻ പറ്റാത്ത ഹൈ ഫ്രീക്വൻസി സൗണ്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് സമ്മറിയിലേക്ക് വരാം. ശബ്ദം ഒരു വൈബ്രേഷൻ വേവ് ആണ്. ഇതിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം അനിവാര്യമാണ്. എയറിൽ ഇതിന്റെ സ്പീഡ് 343 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോളിഡിൽ ഇത് കൂടുതൽ വേഗത്തിൽ ട്രാവൽ ചെയ്യും. ടെമ്പറേച്ചർ കൂടുന്തോറും സ്പീഡ് കൂടും. ഒരു ഒബ്ജക്റ്റ് ഈ സ്പീഡ് എക്സീഡ് ചെയ്താൽ അതിനെ നമ്മൾ സൂപ്പർസോണിക് എന്ന് വിളിക്കുന്നത്.